കേസ് ഈ കാട്ടിൽ വേറെ ആരോ ഉണ്ട്. ഇവിടെ ഏതോ മരം മുറിക്കാനോ ആൾക്കാരെന്തോ വന്നിട്ടുണ്ട്. വെട്ടുന്ന ശബ്ദം കേട്ട് നമുക്കൊന്ന് കയറി നോക്കാം എന്താണെങ്കിൽ. അതിലെ കയറി നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കിട്ടും. ആഹാ, നല്ല മധുരമുണ്ട്. കണ്ടോ, ഒരു തേനീച്ചയുടെ കൂടായിരുന്നു അത്. വലിയ തേനീച്ചയുടെ വലിയ തേനീച്ചയുടെ കൂടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം ഇന്ന് പുതിയ എപ്പിസോഡുമായി വരപ്പോൾ ഇപ്പം ഫുള്ളായിട്ട് ലോക്ക്ഡൗൺ നടന്ന സമയം. ഇപ്പം ഏകദേശം നാലാമത്തെ ലോക്ക്ഡൗണിലോട്ട് എത്തിയില്ലേ? അത് തന്നെ, നാലാമത്തെ ലോക്ക്ഡൗണിലോട്ട് എത്തിയ സമയമാണ്. മൂന്നാമത്തെ തീർന്നു, നാലാമത്തിലോട്ട് എത്തിയ സമയത്ത് ഇപ്പം നമുക്ക് നമ്മൾ പുതിയ ഫുള്ളായിട്ട് ട്രാവൽ ബ്ലോഗും അല്ലെങ്കിൽ പുറത്ത് പോയി വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വീട്ടിൽ കുത്തിയിരിപ്പാണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകും, വീട്ടിൽ വരും, ഇതൊക്കെ പറ്റത്തുള്ളൂ. അന്നേരം നമുക്ക് ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പന്നിയുടെ ശല്യമുണ്ട്. അന്നേരം എന്താണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ പറമ്പുകളിലെല്ലാം നേരത്തെ കപ്പ കൃഷിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിപ്പം ചെയ്യാൻ പറ്റാത്ത വാഴ, കപ്പ, പിന്നെ ചേമ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്നേരം ഇവിടുന്ന് മേപ്പോട്ട് റബ്ബറും തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, വനമെന്ന് പറയാം. ഒരു വർഷത്തിൽ കൂടുതലായി റബ്ബറൊന്നും വെട്ടുന്നില്ല, മൊത്തം വലിയ വനമായിട്ട് കിടക്കുക. അന്നേരം അതിൻ്റെ അകത്തേക്ക് ഇന്ന് പന്നികൾ വൈകുന്നേരം ഇറങ്ങി വരും, എന്നിട്ട് ഈ കൃഷികളെല്ലാം നശിപ്പിച്ചിട്ട് പോകും. ദിവസവും വൈകുന്നേരമൊക്കെ വീട്ടിലിരിക്കുമ്പോൾ കാണുന്നതാണ്. അന്നേരം നമ്മളിന്ന് പന്നിയെ തപ്പി അതിൻ്റെ മടയിലോട്ട് പോകും. അല്ലയോ വീടെ? നമ്മുടെ പന്നിയെ തപ്പിയുള്ളൊരു യാത്രയാണ്. അതിൻ്റെ കാഴ്ചകളിലോട്ടാണ് നിങ്ങൾ വന്ന്. അത് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള കാഴ്ചകളൊക്കെ പ്രതീക്ഷിക്കാം. പന്നിയെ കിട്ടുമെന്നും പ്രതീക്ഷിക്കാം. പന്നിയുടെ മടയിലേക്ക് ഒരു യാത്ര. അത് തന്നെ. അന്നേരം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അന്നേരം നമുക്ക് നേരെ അങ്ങോട്ട് ആ വീഡിയോയിലോട്ട് പോയേക്കാം. അല്ലെ പിന്നെ പോയേക്കാം. ബാ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ലോഡ് കയറി മേപ്പോട്ട് റബ്ബറും തോട്ടം അതുവഴിയാണ് കയറി പോകേണ്ടത്. മുകളിലോട്ട് പോകുന്നതോറും വലിയ വലിയ മലകളനുസരിച്ച് റബ്ബറും തോട്ടമൊക്കെ ആയിരുന്നു. അതിപ്പോൾ വെട്ടാതൊക്കെ കാട് കയറി വലിയ നമ്മളെക്കാട്ടി ഹൈറ്റിൽ കാടായി കിടക്കുകയാണ്. ഇതിനകത്തൊക്കെ പന്നിയുടെ വികാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തപ്പിയപ്പോൾ മിക്കവാറും പന്നിയെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാ പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. നിങ്ങൾ കൂടെ യാത്ര ചെയ്യുക, നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. അത് തന്നെ. ബിപിൻ തൻ്റെ ആയുധമൊക്കെ കരുതിയിട്ടുണ്ട്. കയ്യിലൊരു ചെറിയൊരു കത്തിയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു പോവല്ലേ, എന്തെങ്കിലും കമ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തെളിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ തോട്ടം കഴിഞ്ഞ് ഇനിയിപ്പം വേറെ ആളുടെ തോട്ടമാണ്. ഇതിനകത്തൂടെയാണ് കയറി പോകുന്നത് അടുത്തത്. അതുകൊണ്ട് ഇത് ഈറയൊക്കെ കേട്ടോ, വാറെന്ന് പറയും. അത് തന്നെ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചക്ക ഇടാൻ വേണ്ടി വാറായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളാന്ന് കാടാ. പൊത്തത്തി ഈ റബ്ബറും തോട്ടമായിരുന്നു. ഇത് വെട്ടാതെ കിടന്നതിന് ശേഷം മൊത്തം കാടായി. ഫോറസ്റ്റ് 2 വർഷത്തോളായി തോന്നുന്നു, 2-3 വർഷത്തോളമായി ഫോറസ്റ്റ് ആയിട്ട് കിടക്കും. എന്നാൽ പക്ഷികളിൽ ഉൾപ്പെടെ നല്ലൊരു വികാര കേന്ദ്രമാണ്. പ്രകൃതിയോടെ ഇണങ്ങി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നല്ലൊരു കാലാവസ്ഥ, ക്ലൈമറ്റൊക്കെ കിട്ടുന്ന ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമ്മളെക്കാട്ട് വലിയ കാട് ഇങ്ങനെ ഫോറസ്റ്റ് തിങ്ങി നിറഞ്ഞ് വളർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്കാണ് പന്നിയുടെ ഏറ്റവും കൂടുതൽ വികാര കേന്ദ്രം എന്ന് പറയുന്നത്. അത് തന്നെ. പക്ഷേ പണ്ടൊക്കെ ഇപ്പം മൊത്തം റബ്ബറും തോട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റബ്ബർ വെട്ടായിരുന്നവിടെ മൊത്തം കാട് കയറിയിട്ട് എല്ലാ മരങ്ങളും ഇപ്പോൾ അതിൻ്റെ അകത്ത് വളർന്നു നിൽപ്പുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ പക്ഷികളുടെ സൗണ്ട് നല്ലപോലെ കേൾക്കാൻ പറ്റും. എല്ലാ പക്ഷികളും ഉണ്ട് ഇവിടെ. ഇതുപോലെ ഫോറസ്റ്റിനുള്ളിലൊന്നും പോയി കയറരുത്. ഫോറസ്റ്റിനുള്ളിൽ ഇതുപോലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കെതിരെ കേസെടുക്കാൻ സാഹചര്യമുള്ളതാണ്. കാരണം നമ്മുടെ അനുഭവത്തിൽ കൂടാണ്. ഒരു വീഡിയോ എവിടുത്തെ ആയിരുന്നു, ചിറ്റാർ ഫോറസ്റ്റിലെ ഏർവാടം കാണാൻ പോയ ഒരു വീഡിയോ എടുത്തപ്പോൾ ഇതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് താക്കീത് നമുക്ക് തരുകയും നമുക്കെതിരെ കേസെടുക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഫോറസ്റ്റിനുള്ളിൽ ഒരു കാരണവശാലും പോയി യാത്ര ചെയ്യാനോ വീഡിയോ എടുക്കാൻ ശ്രമിക്കരുത്. കാരണം പെർമിഷൻ ഇല്ലാതെ ഫോറസ്റ്റിനുള്ളിൽ സാധാരണക്കാരൻ നമുക്ക് കയറാൻ അനുമതിയില്ല. അനുമതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ ഒരിക്കലും കയറാൻ പറ്റൂ. അല്ലെങ്കിൽ അതിക്രമിച്ച് കയറി എന്നുള്ള പേരിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കും. നമ്മളിവിടെ തന്നെ ഒരു സംഭവം കണ്ടു. ഈ സാധനം എന്ന് പറയുന്നത് ഭക്ഷണയില, ഇടയില ഇല എന്ന് പറയുന്ന സംഭവങ്ങളാണ്. നല്ല മണമാണ്. ഈ സാധനം അങ്ങാടി കടകളിൽ ചില റൈസ് ഉണ്ടാക്കാനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ സാധനം ഇല എടുത്ത് ഉണങ്ങിയാണ് സംഭവം എടുക്കുന്നത്. ഇങ്ങനെയുള്ള വിവിധ വൃക്ഷ തൈകളൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ട് പടർന്ന് കിളിച്ച് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ മണം എന്തോ ഒരു അടിപൊളി മണമാണ്. സ്പൈസി ഐറ്റത്തിൽ പെടുന്ന പ്രത്യേക ഒരു സാധനം കൂടിയാണിത്.
കേസ് ഈ കാട്ടിൽ വേറെ ആരോ ഉണ്ട്. ഇവിടെ ഏതോ മരം മുറിക്കാനോ ആൾക്കാരെന്തോ വന്നിട്ടുണ്ട്. മെപ്പിട്ട് റബ്ബറൊക്കെ ഒരുപാട് ഉണങ്ങി കിടപ്പുണ്ട്. അതൊക്കെ മുറിക്കാനായിരിക്കാം ആരൊക്കെ വന്നിട്ടുണ്ട്. വെട്ടുന്ന ശബ്ദം കേട്ട് നമുക്കൊന്ന് കയറി നോക്കാം എന്താണെങ്കിലും. ഇതുപോലെ ഒരുപാട് മരങ്ങൾ ഇതിനകത്ത് ഒടിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഒരുത്തര വിറവ് എടുക്കാനൊക്കെ വരും. ഇങ്ങനെ ഒരുപാടുണ്ട്. ഉണ്ടോ, ഇത് ആനയ്ക്കൊക്കെ പട്ട കൊടുക്കത്തില്ലേ, ഒരു പന പോലത്തെ സാധനം, അതാണ് ഈ സാധനം നിൽക്കുന്നത്. പിന്നെ വേണ്ട ഒരുപാട് ഭക്ഷണ ഉണ്ട്. പിന്നെ വേണ്ട ഒരുപാട് മുള്ളിൻ്റെ ഒരു സൈസ് സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്. കൈത ഇപ്പോൾ ഉണ്ട്. പിന്നെ വേറെ കുറേ കാട് ചെടികൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. പന്നി കൂടെ എല്ലാം കിടപ്പുണ്ടാവുന്നു, നോക്കിപ്പോവാം. ഇതെല്ലാം പന്നിയുടെ പന്നികൾ കൂടുതൽ നടന്നു പോകുന്ന വഴിപ്പാതകളാണ് ഇതെല്ലാം. കണ്ടോ, ഇവിടെ എല്ലാം പന്നി രാത്രി വന്ന് കിടക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാം കണ്ടോ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പന്നിയുടെ വഴികൾ ഒരുപാട് വഴിത്താരങ്ങളുണ്ട്. ഒരുപാട് ഇടിയെല്ലാം കുത്തി ഇടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ പന്നി ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് മേപ്പോട്ടൊന്ന് കുറച്ചുകൂടി കയറി നോക്കാം. നമ്മളങ്ങോട്ട് കയറിപ്പോവാണ്. പന്നി ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഓൾറെഡി. പന്നിയെ കാണുമെന്ന് അറിയത്തില്ല. പകലായിക്കൊണ്ട് ഇനിയിപ്പം വേറെ ഭാഗത്തോട്ട് പോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ബിബിൻ മേപ്പോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇനി നമ്മൾക്കൂടെ നോക്കി പോകാം. ഭയങ്കര ഈച്ചയാണ് കേട്ടോ പൊതുവേ. പിന്നെ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ വന്ന് ഇടയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. അതൊക്കെയാണ് വേറെ ഇതിൻ്റെ പുതിയ വെറൈറ്റി ഐറ്റം. കണ്ടോ, കാക്കത്തമ്പുരാട്ടിയായിരുന്നു കേട്ടോ. ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മിണ്ടായിരിക്കണം, എന്നാലേ കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് പോവും. പന്നിയെ ഇതുവരെയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഫുള്ള് കാടാണ് കേട്ടോ. അതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടന്നു പോവാണ്. ഒരുപാട് കിളികളൊക്കെ ഇങ്ങനെ ചിലയ്ക്കുന്നുണ്ട്. ചീവീടുണ്ട്, പിന്നെ കരിയിലക്കിളിയുണ്ട്, ഓലഞ്ഞാലിക്കിളി എന്ന് പറയുന്ന സാധനമുണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. ഫുള്ള് കൈതയൊക്കെ നേരത്തെ ഇടാം. ഇപ്പോൾ എല്ലാം കാട് കയറി കിടക്കുവാണ്. അപ്പോൾ ഫുള്ള് ഞങ്ങൾ വേർത്ത്, ഒന്നും പറയണ്ട. അതുപോലെ കാട്ടിക്കൂടെ നടന്ന് വേർത്ത് നല്ലപോലെ. പന്നിയെ നോക്കിയാണ് നടക്കുന്നത്. എന്നാൽ നോക്കട്ടെ, ശബ്ദം വെച്ച് പോയാലും കിട്ടത്തില്ല ഈ സാധനത്തിനെ, കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിണ്ടാതെ ഇങ്ങനെ ചെറുതായി നടന്നു പോവാണ്. കുറച്ചുകൂടി മേപ്പോട്ട് കയറി നോക്കാം. കുറേയൂടെ മേപ്പോട്ട് തോട്ടമുണ്ട്. അവിടെ വരെ അങ്ങേറ്റം വരെ മേപ്പോട്ട് കയറി നോക്കാം. കാണുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ. ഈ തടിയിലൊക്കെ ഉണ്ടാകുന്ന കൂണാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനമാണ്. പിന്നെ ജസ്റ്റ് ഈ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ഇതിലേക്ക് ധാരാളമായിട്ടുണ്ട്. ഇഷ്ടം പോലെ മരങ്ങളാണ് ഒടിഞ്ഞു കിടക്കുന്നത്. വിറവ് വേണ്ടവർക്കൊക്കെ അത്യാവശ്യം കയറിയാൽ കിട്ടൂല്ലേ. റംബുട്ടാനല്ലേ നിൽക്കുന്നത്. ഏതോ റംബുട്ടാൻ മരമാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കോലഞ്ചി നിൽപ്പുണ്ട്. കോലഞ്ചി അത് തന്നെ ഇത് കോലഞ്ചിയാണ്. പിന്നെ കൈതയുണ്ട്. പിന്നെ കുറേ വേറെ കാട്ടുചെടികളുണ്ട്. റബ്ബറുണ്ട്, ആഞ്ഞിലിയുണ്ട്, പ്ലാവുണ്ട്. അങ്ങനെ എല്ലാം വീണിട്ടുണ്ട്. എല്ലാം ഈ കിളികളൊക്കെ കൊണ്ട് കുരുവിട്ട് കിളിച്ച് വന്നതൊക്കെ. മൺപുറ്റ അല്ലേ, ഉറുമ്പിൻ്റെ അല്ലേ, ചെതലിൻ്റെ ആയിരിക്കാം. ചെതലിൻ്റെ ഉണ്ട്. പുറ്റുകളിങ്ങനെ കുറേ നിൽപ്പുണ്ട്. കണ്ടോ, ഇതുപോലെ ധാരാളമായിട്ട് മൺപുറ്റുകൾ നിൽപ്പുണ്ട്. നമ്മൾ അത്
ഒന്ന് ഒടിച്ച് നോക്കിയാൽ നോക്കാമല്ലോ. അവിടെ ചെതലിൻ്റെ മൺപുറ്റാണ്. അതാണ് ചെതലൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അത് ചെതലിൻ്റെ മൺപുറ്റ ധാരാളമായിട്ട് ഇതാണ്ട് ചെതൽ ഇതിനകത്തുണ്ട്. ഇതൊക്കെ കാട്ടിക്കയറി കഴിഞ്ഞാൽ ഇത് സർവ്വസാധാരണമായിട്ട് കാണാൻ പറ്റുന്ന സംഭവമല്ലേ. അത് തന്നെ സർവ്വസാധാരണമായിട്ട് കാണുന്ന മൺപുറ്റുകളാണ്. ഇതും തടിയേലുണ്ടായ തടിക്കൂണാണ്. ധാരാളമായിട്ട് പൊരിഞ്ഞ് കിളിച്ചിട്ടുണ്ട്. തടിയേൽ അരിക്കൂണാണോ തടിക്കൂണാണോ എന്നൊരു സംശയമുണ്ട്. ചെറുതും ധാരാളമായിട്ടുണ്ട് ഇവിടെ. ഇത് തടിക്കൂണ് തന്നെയാണ്. ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. ഫോറസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ സർവ്വമായിട്ട് കാണാൻ പറ്റും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ. അപ്പം നമ്മൾ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു കാഴ്ചകൾ കാണണമെങ്കിൽ ഇങ്ങനെ ഫോറസ്റ്റിലൊക്കെ കയറി കുറച്ച് നേരം ഒന്ന് യാത്ര ചെയ്ത് നടന്നു നോക്കണം. എന്നാൽ കടുവയോ പുള്ളിയോ പോത്തോ ഇറങ്ങുന്നിടത്തൊന്നും ഇങ്ങനെ കരുത്. അല്ലാത്തടത്ത് നമ്മളിങ്ങനെ നടന്നേക്കാം പ്രതീക്ഷിക്കാം. അങ്ങോട്ട് ഇനിയെല്ലാം പന്നിയുടെ വഴിത്താരകളാണ് കേട്ടോ. നമുക്കല്ലാതെ വഴിത്താരകൾ കുറവാണുള്ളത്. രാത്രി പന്നികളൊക്കെ കണ്ടോ ഫുള്ള് ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്നത്. പന്നി കൂട്ടോട്ടിറങ്ങി ഇങ്ങനെ വിശപ്പും ആഹാരത്തിനൊക്കെ നേടാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ നശിപ്പിച്ചിട്ടേക്കുന്നതാണ്. കുറച്ച് മുമ്പേ കണ്ട കമ്പ് മുറിക്കുന്ന കണ്ടതുണ്ട്. ഇവിടുന്നാണ് കമ്പുകളൊക്കെ വെട്ടി മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആളെ മാത്രം അറിയത്തില്ല, കണ്ടില്ല നമ്മൾ. ബാക്കിയൂടെ മുന്നോട്ട് പോവാം. വഴിത്താര പന്നിയുടെ അല്ലേ? പന്നിയുടെ വഴിത്താരകൾ അങ്ങോട്ട് വഴിത്താരയാണ്. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് പന്നിയുടെ വഴിത്താര അങ്ങോട്ട് കിടപ്പുണ്ട്. അതേപോലെ തിരിച്ചും അങ്ങോട്ടുണ്ട്. ഇതെല്ലാം പന്നിയുടെ വഴിത്താരങ്ങളാണ്. പന്നികൾ മാത്രമാണ് പോകുന്നത് ഇതിൽ കിടക്കുന്നതാണ്. രാത്രി കാലങ്ങളിൽ പന്നി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇത്ര മണ്ണൊക്കെ ഇടിച്ച് മാന്തി പ്രത്യേക രീതി ഇങ്ങനെ ഇളകി കിടക്കുന്ന കാണാം. അത് തന്നെ അത് സംഭവം ശരിയാണ് കേട്ടോ. ഇത് കണ്ടില്ല, മണ്ണെല്ലാം അവിടെ കുത്തി ശരിക്കും ഇളക്കിയിട്ട് ഇവിടെ തന്നെ പന്നി മണ്ണെല്ലാം ആക്കിയിട്ട് ഇവിടെയാണ് രാത്രികളിലൊക്കെ പന്നി വന്ന് കിടക്കുന്നത്. രാത്രിയും പകലൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാൻ കിടക്കുന്ന സ്ഥലം ഇങ്ങനെ കുറേ ഇടമുണ്ട് ഇവിടെ. ഇവിടോട്ട് കറക്റ്റ് ചെറിയ നടപ്പാതകൾ കിടപ്പുണ്ട് ഓൾറെഡി. ഇതുപോലുള്ള കാടുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഭവമാണ് കൈതച്ചക്ക എന്നത്. ഇതുപോലെ കാട്ടിലൊക്കെ ഉണ്ടായി എനിക്ക് ധാരാളമായിട്ട് നിൽക്കുന്നതാണ്. നമുക്കിവിടെ ഒന്ന് കാണാം. ഏകദേശം നല്ലപോലെ വിളഞ്ഞ് പഴുക്കാറായ സംഭവമാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സാധാരണമായിട്ട് നമ്മുടെ പന്നി ഓരോ പക്ഷികളൊക്കെ തിന്നുകയാണ്. നമുക്കിതൊക്കെ ഒന്ന് വേണമെങ്കിൽ കഴിച്ച് നോക്കാം. എങ്ങോട്ടൊന്ന് നോക്കാമല്ലോ. കാട്ടിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം മാത്രം കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നാണ്. അതുകൊണ്ടുകൂടി ആയിപ്പിച്ചാൽ ഇങ്ങനെയുള്ള കത്തികളൊക്കെ നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊക്കെ ചെത്തി തിന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നീരൊക്കെയാണ് ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടിലെ കയറി നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കിട്ടും. ആഹാ, നല്ല മധുരമുണ്ട്. അതായത് ഒരു ചക്ക തിന്നാൽ പകുതി വിശപ്പും പോവും. പിന്നെ കാടുകളിൽ കയറി കഴിഞ്ഞാൽ ഇതൊന്നും തിന്നുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല പഴുത്ത് വിളഞ്ഞ് നല്ല സാധനം കിട്ടും. കിളികളൊക്കെ ധാരാളമായിട്ട് ഭക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ കിളികളുണ്ട് ഇവിടെ. നമുക്ക് എന്നാലും ഒന്ന് കഴിച്ചു നോക്കാം. കിടുവായിട്ടോ ഒന്നും പറയാനില്ല. നല്ല മധുരം കേട്ടോ, നല്ല മധുരം, സൂപ്പറായിട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങനെ എല്ലായിടത്തും ഒന്നും കൈത കാണത്തില്ല. ഇത് പണ്ട് റബ്ബറും തോട്ടമായിരുന്നു. ഇപ്പം കാട് കയറി ഫോറസ്റ്റ് പോലെ കാട് കയറി അങ്ങ് വല്ലാതെ കിടക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ കൈതയൊക്കെ അന്നൊക്കെ വെച്ച് പിടിപ്പിച്ചാണ്. നടന്നു ക്ഷീണിച്ചു, ഒന്നും പറയണ്ടോ. നല്ല കയറ്റമാണ്, കയറ്റം മാത്രമല്ല കാട്. ഈ കാട് താണ്ടിയുള്ള നടപ്പെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. പിന്നെ പന്നിയെ നോക്കിയിട്ട് പന്നി താരയൊക്കെ ധാരാളം കാണുന്നു. പന്നി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. പന്നിയൊന്നും കാണുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതുപോലുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രകൃതി മനോഹരങ്ങൾ നാച്ചുറലായിട്ട് ഇതുപോലെ പ്രകൃതിയിൽ ഇറങ്ങി കുറച്ച് നേരം നടക്കാമെങ്കിൽ നല്ലതാണ്. ഫോറസ്റ്റുകളിൽ പ്രത്യേകിച്ച് കയറാൻ പോകരുത്. കയറി ഇതുപോലെ വീഡിയോ പകർത്തിയാൽ അവർ
അനുമതി ഇല്ലാതെ ഫോറസ്റ്റിൽ കയറിയെന്ന് പറഞ്ഞപ്പോൾ കേസ് എടുക്കാൻ സാഹചര്യമുണ്ട്. അപ്പം നിങ്ങളെന്നും പറഞ്ഞു ഇനി ഫോറസ്റ്റിൽ കയറാൻ പോകരുത്. എന്തായാലും ഇനി വേണ്ട ബാക്കി കഴിച്ചൊക്കെ വിവിൻ്റെ ഇരിപ്പുണ്ട്, അതുകൂടെ ഒന്ന് തിന്ന് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. അടുത്ത പന്നി കിടക്കുന്ന അടുത്ത ആവാസ കേന്ദ്രം എന്ന് പറയാം. ഇത് കണ്ടോ ഫുള്ള് കിളച്ചിട്ടേക്കുക കേട്ടോ, കിളച്ച് മറിച്ച് നാശമാക്കിയിട്ടേക്കുക. എന്നാലും നമ്മൾ വന്നത് വഴി തെറ്റിയില്ല, കറക്റ്റ് സംഭവം ഇത് തന്നെയാണ്. പന്നി ഇതിലെ ഇഷ്ടം പോലെ നടക്കുന്ന വഴികളാണ്. ഇത് വൈകുന്നേരം വന്ന് ഇതുപോലെ കിളച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇത് കണ്ടോ മണ്ണെല്ലാം ഇളക്കി കൈതെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ ചോട്ടി കിടക്കുന്നതാണ്. ഇപ്പോൾ എനിക്കൊന്ന് മഴ പെയ്തൊന്നു രാവിലെ, അത് കഴിഞ്ഞോടെ തോന്നുന്നു, അതുകൊണ്ട് അത് പന്നികളെ ഒന്നും കാണുന്നില്ല. എന്തായാലും ഒന്ന് നടന്നു പോവാം, നമുക്ക് ബാക്കിയുള്ള അവിടെ നോക്കാം. കുറച്ചുകൂടെ കാട് കൂടി, മേപ്പോട്ട് വരുന്നതനുസരിച്ച് കാട് വലിപ്പം കൂടിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ വിറകൊക്കെ നല്ല ഇവിടെ കിടപ്പുണ്ട്, ഒടിഞ്ഞു വീണ് വിറകൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് ആൾക്കാർ ശേഖരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാണ്. നമുക്ക് വിറകിനൊന്നും വന്നാത്തോണ്ട് നമുക്കിപ്പോൾ വിറകൊന്നും വേണ്ട, നമുക്ക് പന്നി എവിടെ നിന്നും കിട്ടുമെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞോളാം. ആഗ്രഹത്തോടെ പോകുന്നത് അത് പറഞ്ഞെങ്കിൽ സേഫ്റ്റിക്ക് ഒരു വെട്ടിരിമ്പൊക്കെ ബീവിയും കരുതിയിട്ടുണ്ട് കേട്ടോ. അടിക്കാട് മാത്രമല്ല വെട്ടുന്നത്, പന്നി എന്തെങ്കിലും വന്നാൽ സ്വയം സേഫ്റ്റിക്ക് വേണ്ടിയിലാണ്. ഒരു തേനീച്ചയുടെ കൂടായിരുന്നു അത്, വലിയ തേനീച്ചയുടെ വലിയ തേനീച്ചയുടെ കൂടായിരുന്നു. ഓൾറെഡി ഈച്ച ഉണ്ടോ ഇല്ലെന്നാ തോന്നുന്നു. ഈച്ചയില്ല, ഓൾറെഡി മഴ പെയ്ത് നനഞ്ഞിട്ട് അത് കൂട് കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഈച്ചകളെല്ലാം, വലിയ ഈച്ച. അങ്ങനെയാണ് സംഭവം. ചെറിയൊരു മരത്തെ ഒരു കൂടാ കേട്ടോ. ഇത് ഒരു ഒച്ചിൻ്റെ കൂടാ കേട്ടോ, സംഭവം ഒച്ചിൻ്റെ കൂടാണ്. നല്ല മലയുടെ മണ്ടയ്ക്ക് നിന്നപ്പോൾ നല്ല കാഴ്ചകളാണ് കേട്ടോ. അക്കരെ നല്ല മലകൾ കാണാം. ബാക്കി ഇങ്ങോട്ട് പണ്ടൊക്കെ റബ്ബറൊക്കെ ആയിരുന്നു, വെട്ടി ഇപ്പം കാട് കയറി വലിയ കാടുകളായി വരുവാണ്. ഞങ്ങൾ യാത്ര ചെയ്ത് നമ്മൾ വേണ്ട ഈ വലിയ റബ്ബർ തോട്ടം ഫോറസ്റ്റ് പോലെ വളർന്ന് കിടക്കുന്ന അതിൻ്റെ അകത്താണ് നമ്മൾ പന്നിയെ തപ്പി ഇറങ്ങിയത്. പക്ഷേ പന്നിയുടെ മടയിൽ വരെ വന്ന് പന്നിയെ കാണാൻ പറ്റിയില്ല. ഇടിയൊക്കെ ഇടിച്ച് അത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നല്ലോ, നിങ്ങളത് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇവിടെ പന്നിക്ക് അധികം ആഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും കുറവായിട്ടായിരിക്കും. പന്നി ഇവിടുന്ന് പോയെന്നാണ് തോന്നുന്നത്. പന്നി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പന്നി ഉണ്ട്, പന്നിയുടെ മടയിലാണ് വന്നത്. എന്നാൽ പന്നിയെ കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രമേ നിങ്ങളിത് കാണാവും. ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുതന്നെ അടുത്ത ദിവസം ട്രാവൽ വീഡിയോ ഫുഡ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഒരുപാട് ലിസ്റ്റുകളുണ്ട്. നമ്മൾ അടുത്ത പുതിയ ടൂറിസ്റ്റ് പ്ലേസുകളും പോകണമെന്ന് ഒരുപാടുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ കാരണം ഇപ്പം പോകാൻ പറ്റത്തില്ല. ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത സ്ഥലത്തെയുള്ള അടിപൊളി ടൂറിസ്റ്റ് പ്ലേസുകളും അടിപൊളി ഫുഡുകളൊക്കെ, നല്ല ഷാപ്പിൽ അടിപൊളി ഫുഡുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മളന്നേരം അടുത്ത ദിവസങ്ങളിലൊക്കെ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ്. അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നവരാരെല്ലാം ഉണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അടുത്ത ദിവസം വ്യത്യസ്തമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോ ആയിട്ട് വരുമെന്ന് ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ സൈൻ ഓഫ് ചെയ്യുക. വിപിനെ ചെയ്യടാ. നിങ്ങൾക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ സൈൻ ഓഫ് ആയി. ഓൺലൈൻ ട്രാവൽ ടെക് ബൈ, സീ യു.